നിലാവും നക്ഷത്രങ്ങളും ഇശൽ ചേല ചുറ്റിയെത്തുന്ന ഈ സംഗീതവേദിയിലേക്ക് മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് പതിവ് പോലെ നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ശ്രീ ഫൈസൽ എലേറ്റിൽ, ശ്രീ ഷാൻ റഹ്മാൻ ആൻഡ് ശ്രീമതി രഹ്ന. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്പെഷ്യൽ ജഡ്ജ് കം ഗസ്റ്റ് ശ്രീ ആദിൽ അത്ത് സർ. മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14ാം രാവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഇശൽ മംഗലം റൗണ്ടിൽ നമുക്ക് വേണ്ടി പാടാനെത്തുന്നത് ആയിഷ ഷെറിൻ.
കൊതിക്കും നേരത്തണയും ഇക്കിളി കൂട്ടും കാക്കിൽ രാക്കിളി പാടും രാവിൽ മുഞ്ചുള്ള പൂമാരൻ ഇക്കിളി കൂട്ടും കാക്കിൽ രാക്കിളി പാടും രാവിൽ മുഞ്ചുള്ള പൂമാരൻ മാറിവിൽ ചേലൊത്ത് സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാറിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ വാനിൽ തിളങ്ങുന്ന താരകമോ സ്വർഗവാതിൽ തുറക്കുന്ന ഹൂറിയാണോ മണ്ണിൽ വിരുന്നിന് വന്നതാണോ മണ്ണിൽ വിരുന്നിന് വന്നതാണോ മാറിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാറിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാറിവിൽ ചേലൊത്ത സുന്ദരി നീ മാരന്റെ കൽവിലെ കൺമണി നീ മാറിവിൽ ചേലത്ത സുന്ദരി. നല്ല മൊഞ്ചത്തി കുട്ടിയായിട്ടുണ്ട്. നല്ലോണം പാടി. ശരിക്കും ഒരു മൈലാഞ്ചിക്ക് പോയ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഡ്രസ്സും പാട്ടും അതുപോലെ തന്നെ കോറസ് എന്താ തകർത്ത് പാടി ഇവർ അല്ല. നല്ല കോറസ് സപ്പോർട്ട് ആവശ്യമുള്ളൊരു പാട്ടായിരുന്നു. നന്നായിട്ട് പാടി. താങ്ക്സ് ഞാൻ പറയണോ ആയിഷ പറയാം? ഓക്കെ ഓക്കെ. റിയാന, കിബിയ, അഫ്നാസ്, നിസ്ജാത്ത്, വെൽ ഡൺ. ഓക്കെ, താങ്ക് യു. ആയിഷക്കുട്ടി, നല്ല സോങ് ആയിരുന്നു കേട്ടോ. ശരിക്കും ഇതിന് ആപ്റ്റ് ആയിട്ടുള്ളൊരു സോങ്. ഇതാരാ സെലക്ട് ചെയ്തത് ഈ സോങ്? സെലക്ട് ചെയ്തെന്ന് സാബുക്യ സെലക്ട് മിസ്ജാദാണോ? പാട്ട് തന്നത് സാബുക്യ. ശരിക്ക് കറക്റ്റ് ചെയ്തെന്നൊക്കെ ഫിറോസ് സാർ തന്നെ കറക്റ്റ് ചെയ്തെന്ന് അല്ലേ? അപ്പം നമ്മുടെ മിസ്ജാദ് സാബു ജയകൃഷ്ണന് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് അല്ലേ? ഓക്കെ, നല്ലൊരു സോങ് ആയിരുന്നു. നമുക്കിനി കമൻസ് ഒക്കെ കേൾക്കാം. ചോദിച്ചു നോക്കാം. ഫൈസൽ സർ. നല്ല ഒരു കല്യാണപ്പാട്ടാണ്. ഫിറോസ് ബാബു, പ്രശസ്തനായ ഗായകൻ, ഹൈറുൽ വറായ സയ്യിദി, പാലൊളിപ്പുഞ്ചിരി തൂകി എന്ന പാട്ടൊക്കെ പാടി ഇപ്പോഴും ഈ രംഗത്ത് സജീവമായി വിധികർത്താവായും പാട്ടുകാരനായും മ്യൂസീഷ്യനായും ഒക്കെ തിളങ്ങി നിൽക്കുന്ന ആളാണ് ഫിറോസ് ബാബു. ഫിറോസ് ബാബുവാണ് ഇത് പാടിയത്. ഒരു മെയിൽ ആൻഡ് കോറസ് ആണ് ഈ പാട്ട്. ഐഷ ഷെറിൻ അതെടുത്തു എന്നേ ഉള്ളൂ. എന്നാലും ഇത് ഒരു വെറൈറ്റി ഉണ്ട് ഇതിന്. സാധാ കേട്ട മടുത്ത പാട്ടുകൾക്ക് ഒരു വെറൈറ്റി ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇതൊരു കല്യാണപ്പാട്ടായിട്ട് ശരിക്കും ഇതൊരു ടെലിഫിലിമിലെ പാട്ടാണ്. ഷാറ എന്ന് പറഞ്ഞ ഒരു ടെലിഫിലിമിന് വേണ്ടി നമ്മുടെ തിരൂരിലെ പ്രശസ്തനായ കീബോർഡ് ആർട്ടിസ്റ്റ് അസ്ലം, കമ്പോസർ ആർട്ടിസ്റ്റ് മനോജ്, ഇവർ രണ്ടും കൂടി ചേർന്ന് അസ്ലം മനോജ് ടീമിൻ്റെ മ്യൂസിക്കിലാണ് ഈ പാട്ട്. ഇത് എഴുതിയത് അവിടെ ഒരു പോയിന്റ് ആയിഷക്കുണ്ട്. കാരണം ഒരു സ്ത്രീയാണ് എഴുതിയത്, അതുകൊണ്ട് അത് തിരഞ്ഞെടുത്തത് അതുകൊണ്ടായിരിക്കണം. രജനി എന്ന് പറയുന്ന അവർ ബത്തേരിക്കാരിയാണ്. നല്ല കവിത എഴുതുന്ന മലയാളത്തിലെ യുവ കവയിത്രികളിൽ ഒരാളാണ്. അവരുടെ ഭർത്താവാണ് ഈ ടെലിഫിലിം പ്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് തിരൂരൊക്കെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ അതിനു വേണ്ടി അവരെഴുതിയത്. അത് പിന്നെ ആ രംഗത്തിന് വേണ്ടി ഒരു കല്യാണം മോഡലാക്കിയതാണ്. അതിനു വേണ്ടി എഴുതിയാണിത്, ഒരു ടെലിഫിലിമിന് വേണ്ടി. എന്നാലും നല്ല എന്താ പറയുക, നല്ല തിരഞ്ഞെടുപ്പാണ്. ഒരു കല്യാണവും ഒക്കെ. പിന്നെ അത് പാട്ടിൻ്റെ മ്യൂസിക് ചെയ്തൊരു വെറൈറ്റി അതൊക്കെ സൂക്ഷിച്ചു. നന്നായിട്ട് പാടി. ഷഷറീൻ ഒരുപാട് തവണ അതിവിടെ തെളിയിച്ച കുട്ടിയാണ്. ഒരിക്കൽ കൂടി ഞാൻ അത് നിലനിർത്തുക എന്നല്ല, തെളിയിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിലനിർത്തുക ഒരു സംഗതി നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ പൊസിഷൻ നിലനിർത്തുക, അതിനുള്ള ശ്രമത്തിൽ ആയിഷ ഷെറിൻ ഈ പാട്ടിൻ്റെ കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഇനി നമുക്ക് ഷാൻ സാറിൻ്റെ കമൻസ് കേൾക്കാം. ഷാൻ സർ. നമ്മൾ അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ആയിഷ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സിംഗറാണ്.
നല്ല ഒരു ക്വാളിറ്റി വോയിസ് ഉണ്ട്, ക്വാളിറ്റി സിംഗറാണ്. ഈ ചേലൊത്ത പെണ്ണെ എന്നൊക്കെ പാടുമ്പോൾ റേനാത്താനെ ഇങ്ങനെ ചൂണ്ടിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് 2 തവണ ഞാൻ കണ്ടു. രഹനത്ത് നല്ല ഭംഗിയുള്ള കാരണം. എന്താ രഹനത്ത സുന്ദരിയല്ലേ? റേനത്ത് അങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ? അല്ലല്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്നാണോ? അടുത്ത പാട്ടിൽ നമുക്ക് ചേലത്തെ സുന്ദര എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു പരാതി മാറി കിട്ടും അല്ലേ? അങ്ങനെ ചേലത്തെ സുന്ദര എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ. അങ്ങനെ ആശ മോളെ എല്ലാം നന്നായിരുന്നു. താങ്ക്സ്. മോളുടെ സിംഗിങ് നല്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ എനിക്കാകെ ചേലത്തെ പെണ്ണെന്ന് പറഞ്ഞിട്ട് ആ ചൂണ്ടിക്കാണിച്ച മാത്രമേ എനിക്ക് ഇഷ്ടമല്ലാതായുള്ളൂ. ബാക്കി മോളുടെ പിച്ച് നന്നായിരുന്നു, മോളുടെ പ്ലാൻസ് ഒക്കെ കറക്റ്റായിരുന്നു. ഒക്കെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു. ചേലത്തെ പെണ്ണ് ഒഴികെ. ചേലത്തെ പെണ്ണെന്ന് പറഞ്ഞിട്ട് ഷാൻ സാറിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. രേണു ചേച്ചിയുടെ കമൻസ് കേൾക്കാം. രേണു ചേച്ചി. ഐഷ, ഈ കഷണ്ടിക്കും കുശുമ്പിനും മരുന്നില്ല. ഷാൻ സാർ ഒരാൾക്ക് മരുന്ന് കണ്ടുപിടിക്കും, വിഷമിക്കണ്ട. ഒരാളെങ്കിലും എന്നെയൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ഐഷ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോളെ. കാരണം എനിക്ക് എന്താ പറയാ, നമുക്കൊരു സോങ്ങിനോട് ഒരു ഇഷ്ടം, പ്രേമം, സ്നേഹം അങ്ങനെയൊക്കെ തോന്നുക പറയില്ല, അത്ര എനിക്ക് ഇഷ്ടമായി. കാരണം ചില സ്ഥലത്ത് മോളുണ്ടല്ലോ, അപാര ഫീലായിരുന്നു അത്. അതിനൊരു 2 ആ വരുന്ന ആ ഭാഗം എനിക്കൊന്ന് ഇഷ്ടം കൊണ്ടൊന്ന് മോളെ ഒന്ന് പാടിത്തരുമോ? അനുരാഗമഴയായി നീ അകതാരിൽ പെയ്തിടവേ, അനുരാഗമഴയായി നീ അകതാരിൽ പെയ്തിടവേ. അതാണ് മോളുടെ വോയിസിൽ മോൾക്ക് തന്നെ ഒരു വോയിസ് കൺട്രോൾ ഉണ്ട്. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ആരത് സെലക്ട് ചെയ്തെന്ന്? കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് ആള്. നന്നായിട്ട് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു കുട്ടിയാണ് നമ്മുടെ മുത്തുക്കിയും സെലക്ട് ചെയ്തതുകൊണ്ട് സാബുക്കിയാണ് ശരിക്കും അയച്ചത്. പാട്ട് ശരിക്കും കിട്ടിയായിരുന്നു. ഓ അങ്ങനെ. എന്നിട്ട് ഇത് ഫിറോസ് ഖാന്റെ അടുത്ത് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ചെയ്തു ഫിറോസ് ഖാൻ ശരിക്കും. കാരണം ഫിറോസ് ഖാൻ ശരിക്കും മോൾക്കത് പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ മോളിപ്പോൾ ഈ പാടിയ ഫീൽ ഫിറോസ് ഖാൻ്റെ ആ ഒരു വോക്കലിൻ്റെ ഫീലാണത്. അത് ശരിക്കും എനിക്ക് ആ ഭാഗമൊക്കെ പാടിയപ്പോൾ ഫിറോസ് ഖാൻ അങ്ങനെ തോന്നിപ്പോയി മോളെ. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ ഫിറോസ് ഖാൻ തന്നെ ഇങ്ങോട്ട് അങ്ങ് ഫിറോസ് ഖാൻ്റെ വോക്കലിൽ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഫീലുണ്ട്. ഒരു ചില സോങ്ങിലൊക്കെ ഫിറോസ് ഖാൻ പാടിയിട്ടുള്ള ആ സോങ്ങൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. അപ്പോൾ ആ ഒരു ഫീൽ തന്നെ മോളത് ഇവിടെ പാടി. അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞത് കേട്ടോ. നന്നായിട്ട് പാടി മോളെ. ഇതുപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോവാ കേട്ടോ. താങ്ക് യു രേണു ചേച്ചി. ആദിൽ സർ. ഐഷ ഷെറീൻ, നല്ലൊരു ഒപ്പനപ്പാട്ട്. കല്യാണത്തിന് ജ്യേഷ്ഠത്തി അനുജത്തിക്ക് വേണ്ടി പാടും പോലെയുള്ള ഒരു ഫീല് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പാട്ടിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും 3 പേരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള പാട്ട് വരുന്നത് പുതിയ തലമുറക്ക് ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ വന്നാലേ ഒപ്പനപ്പാട്ടുകൾക്ക് ക്ഷാമമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തായാലും നല്ല പാട്ടായിരുന്നു, നല്ല തിരഞ്ഞെടുപ്പായിരുന്നു. താങ്ക് യു സർ. ഐഷക്കുട്ടിയെ നല്ല നല്ല കമൻസാണ് കേട്ടോ അല്ലേ? നല്ല സോങ് സെലക്ഷൻ നല്ലോണം പ്രസൻറ്റ് ചെയ്തു. അപ്പം ഇനി നമുക്ക് ധൈര്യമായിട്ട് മാർക്ക് ചോദിക്കാം. ഈ ഒരു ഓർഡറിൽ തന്നെ ചോദിക്കാം അല്ലേ? ഷാൻ സർ. ഐഷ, ഞാൻ നേരത്തെ പറയാനുള്ള ഒരു കാര്യം വിട്ടുപോയി പറയാൻ. മോളുടെ ഹൈ പിച്ചിൻ്റെ മുകളിലുള്ള കൺട്രോൾ, ആ ഹൈ പോകുമ്പോൾ അത് അങ്ങോട്ട് പോകരുത്, കൈവിട്ട് പോകരുത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് നല്ലൊരു കൺട്രോളായിരുന്നു മോൾക്ക്. അപ്പം ഔട്ട് ഓഫ് 30, 28. ഓക്കെ, 30-ൽ 28 മാർക്ക്. നല്ല മാർക്കാണ്. താങ്ക് യു സർ. രേണു ചേച്ചി. 28. 30-ൽ 28 മാർക്ക് തന്നെയാണ് രേണു ചേച്ചി നൽകിയിരിക്കണേ. ഇനി ഫൈസൽ സാറിൻ്റെ മാർക്ക് അറിയാം. 27. ഓക്കെ, 30-ൽ 27 മാർക്ക്. ഇനി നമുക്ക് ആദിൽ സാറിൻ്റെ മാർക്ക് അറിയാം. 10-ൽ എത്ര മാർക്ക് ആയിഷക്കുട്ടിക്ക് കൊടുക്കുന്നത്? ഐഷക്ക് നല്ല സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കോറസാണ്. ടീം. കോറസ്, ഗിബിയ, റിയാന, അഫ്നാസ്, ഇസ്ജാദ് 4 പേരും കൂടി നല്ലൊരു സപ്പോർട്ടാണ് ചെയ്തത്. നന്നായി. 9 മാർക്ക്. അപ്പോൾ 10-ൽ 9 മാർക്കാണ്
ആദിൽ സാർ നൽകിയിരിക്കുന്നത്. ടോട്ടൽ സ്കോർ 100-ൽ 92 മാർക്സ്. അല്ലേ, നല്ല മാർക്കാണ് അല്ലേ? ഇതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ബാദുഷയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ ഒരു സ്കോർ തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്. അപ്പോൾ സന്തോഷമായില്ലേ? നല്ല സന്തോഷമായി. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല സോങ് സെലക്ട് ചെയ്യുക, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക, പാടി അടിപൊളിയായിട്ട് വരിക. ഓക്കെ, താങ്ക് യു മോളെ, ഓൾ ദി ബെസ്റ്റ്. ഐഷ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പം അടിപൊളി മാർക്സ് കിട്ടിയിരിക്കണം. 92 മാർക്സ്, ഹൈ ടോപ്പ് സ്കോറർ ആണല്ലേ. എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. ആരെ ഈ പാട്ട് പഠിപ്പിച്ചെന്നേ? പാട്ട് ശരിക്കും സെലക്ട് ചെയ്തത് മുത്തുക്കിയാണ്, പിന്നെ അയച്ചെന്നതൊക്കെ നമ്മുടെ സാബുക്കയാണ്. നമ്മുടെ മിസ്റ്റർ സാബുക്കയാണ് അയച്ചെന്നതും കുറെ കറക്റ്റ് ചെയ്ത് തന്നത് സാബുക്ക. പിന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു അല്ലേ? നന്നായി ഹെൽപ്പ് ചെയ്തു. പിന്നെ ഫിറോസ് സാർ തന്നെയാണ്, പാടി സാർ തന്നെയാണ് ശരിക്കും സാറും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തെറ്റുകളൊക്കെ തിരുത്തി തരാൻ. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവ് ആണോ? ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിലെ പ്രിൻസിപ്പാളും വൈസ് ഭയങ്കര സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് എൻ്റെ ക്ലാസ് ടീച്ചർ അജിത മിസ്, പിന്നെ എൻ്റെ ഹിന്ദി ടീച്ചർ സുധാകരൻ സർ ഭയങ്കര സപ്പോർട്ടാണ്. സാർ എല്ലാ പാട്ട് കഴിയുമ്പോഴും കമൻസ് എല്ലാം പറഞ്ഞ് സാർ ഭയങ്കര സപ്പോർട്ടാണ്. സ്കൂളിലും ഫ്രണ്ട്സും ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. അപ്പോൾ ഉമ്മക്ക് എന്താ പറയുന്നത്? എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇത്രയും നല്ല മാർക്ക്, നന്നായി പാടാം, നല്ല മാർക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അള്ളാഹുവിനോടും തന്നെ ഞാൻ അത് നന്ദി പറയാം. പിന്നെ ഇത്രയൊക്കെ നല്ലൊരു ജഡ്ജസിനൊക്കെ മുന്നിൽ പാടാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പോൾ അടുത്ത പെർഫോമൻസ്, ഇനിയും ഒരു പെർഫോമൻസ് കൂടി ഉണ്ട്. അതിൽ ഇതുപോലെ തന്നെ തകർത്ത് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.